എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല. എൻ്റെ കൂടെ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ. എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല, വലത് വോട്ടേഴ്സ് ഇല്ല. ചോദ്യമല്ല, ഇടത് വലത് മുന്നണി നേതാക്കളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ സ്ഥാനാർത്ഥികൾ അതാ പറഞ്ഞ സുരേഷ് ഗോപി തോൽക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ കൂടുതൽ രാഷ്ട്രീയമായി മാത്രമല്ല ഇനി ഞാൻ അദ്ദേഹത്തെ ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിൻ്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടനെന്ന് വിളിക്കില്ല. അദ്ദേഹത്തിന് ശ്രീ കെ മുരളീധരൻ. അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 3ാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു 10ാമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ, അതിനെന്താ, ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത്, ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല. എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ 2 കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ല അത്. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം. അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്താ താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഞാനത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും 800 ചില്ലുവാനും കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നു. രക്തസാക്ഷികൾ, അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. 2 വാക്കും കൂടി ആ ചോദ്യത്തെ കംപ്ലീറ്റ് ആയിരിക്കണം. ഒരു ഈ പറയുന്ന ഇത്രയും കാലത്ത് ലൈവാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയുന്നു. കേരളത്തിന് പരിചയം എന്നാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴല്ല. ആ പരിചയം 19-ലില്ലായിരുന്നു, 21-ലില്ലായിരുന്നു. അന്ന് ഞാൻ MP അല്ലേ. ആ പരിചയം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി. ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി എല്ലാ 5 വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.